ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതെ ബർത്ത്ഡേയുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞാപ്പൂൻ്റെ ഫോട്ടോഷൂട്ടാണ്. അവൻ ജീവനും കൊണ്ട് ഓടി ഫോട്ടോയും വീഡിയോയും കണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞാപ്പൂൻ്റെ കേക്ക് കട്ടിങ്ങും പരിപാടി എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി കേക്ക് വേൾഡിലോട്ടാണ് പോകുന്നത്, കറ്റാനത്തെ കേക്ക് വേൾഡിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്കിംഗ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് കേക്ക് ഉണ്ടോ എന്ന് സംശയിച്ചാണ് പോയത്. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് കുറച്ച് കേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള കേക്കുകളായിരുന്നു. ചോക്ലേറ്റ് ഒന്നും അത്ര വലിയ ഇഷ്ടമില്ല കുഞ്ഞാപ്പൂവിന്. പിന്നെ എന്നെ എടുക്കണമെന്ന് ആലോചിച്ച് അവൻ തന്നെ ലാസ്റ്റ് ഒരു കേക്ക് സെലക്ട് ചെയ്തു. ഞങ്ങൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു മേടിച്ചത്. അപ്പം മേടിക്കുന്ന ഇടയ്ക്കുള്ള അവൻ്റെ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. പിന്നെ നമ്മളത് വണ്ടിയിലാണ് വന്നത്, ഈ വട്ടം നമ്മൾ ബൈക്കിലാണ് വന്നത്. അപ്പം നന്നായിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ സാധനം പൊടിഞ്ഞു പോകുമല്ലോ. അങ്ങനെ നമ്മൾ കേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ് ചാച്ചിയും കുഞ്ഞാപ്പും കൂടെ. കുഞ്ഞാപ്പൂൻ്റെ ഓട്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഓട്ടമാണ് എവിടെ ചെന്നാലും. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളപ്പം തന്നെ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക, കുഞ്ഞാപ്പ് കത്തിയും പിടിച്ചുകൊണ്ട്. അപ്പം കുഞ്ഞാപ്പൂവിന് ബർത്ത്ഡേ എന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. Happy birthday to you. Happy birthday to you, dear Kunyapu. Happy birthday to you. കേക്ക് എല്ലാവരുടെയും വായി വെച്ച് കൊടുക്കുന്ന ചടങ്ങാണ്. കുഞ്ഞാപ്പൂന് എല്ലാവർക്കും വായി വെച്ച് കൊടുക്കാൻ ഭയങ്കര പാടാണ്. സ്വന്തമായിട്ട് അവൻ കഴിക്കത്തുമില്ല. അവൻ ആരുടെ വായി വെച്ച് കൊടുക്കാനും വലിയ പാടാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കും അവൻ കേക്ക് വായി വെച്ച് കൊടുക്കാൻ. അവനങ്ങോട്ട് വലിയ തൃപ്തിയും വരുന്നില്ല കേക്ക് എല്ലാവരുടെയും വായി വെച്ച് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ എന്തുവായാലും എങ്ങനെയൊക്കെ അവൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത്. പിന്നെ ഇത് ചാരുമൂട്ടി വെച്ച് നമുക്ക് ആദ്യമായിട്ടാണ് കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ വരുന്നത്. എല്ലാ വർഷവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള അധികം ആരെയും വിളിച്ചൊന്നുമില്ല. അപ്പച്ചിയെയും നമ്മുടെ അനിയനെയും പിന്നെ അണ്ണനെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഒരു അണ്ണൻ്റെ കൂട്ടുകാരനെ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആരെയും വിളിക്കാൻ പറ്റിയതുമില്ല. പിന്നെ 4 വയസ്സായി, ഇനിയിപ്പോൾ നമുക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞാപ്പൂന് നല്ല രീതിയിലായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഈ വർഷം അതെ അവന് കിട്ടുന്ന ഗിഫ്റ്റുകളായതൊക്കെ. അപ്പം അവൻ്റെ ഫൈസൽ മാമ അവന് കൊണ്ട് കൊടുത്ത് അവൻ അത് കൊണ്ട് വെക്കുക. അടുത്തത് അവൻ്റെ കൊച്ചായത് എൻ്റെ അനീത്തിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇവരെല്ലാവരും കൊണ്ട് കൊടുക്കുന്ന എല്ലാം മേടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വട്ടം ഉമ്മി എനിക്കൊന്നും തന്നില്ലേന്ന് ആദ്യമേ ചോദിച്ചു. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു തരാം, ഇപ്പം തരാൻ പറ്റത്തില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് മോൻ അമ്മ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. പിന്നെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരുടെ വണ്ടിക്കകത്ത് കത്തി വെക്കുവാണ്. അതിനിടയ്ക്ക് അപ്പച്ചിയും അമ്മായും അത്തായൊക്കെ കഴിക്കാനിരുന്നു. നമ്മളിന്ന് ബിരിയാണിയായിരുന്നു വെച്ചത്, ബിരിയാണിയും ചിക്കൻ കറിയും. അപ്പോൾ ഇവരെല്ലാവരും കഴിക്കാനിരിക്കുവാണ്. അതിനുശേഷം കുഞ്ഞാപ്പൂന് തന്നെ ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ ഇരുത്തി കഴിപ്പിക്കാൻ. അവന് വലിയ പാടാണ് ആഹാരം കഴിക്കാൻ അറിയത്തതേ ഇല്ല. പിന്നെ അവന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. നമ്മൾ അധികം ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പതിയെ നമ്മൾ ചാരുമൂട്ടിലോട്ട് പോയി ഒരു ഡ്രസ്സ് മാറാനുണ്ടായിരുന്നു. അത് ചെറുതായിരുന്നു. അങ്ങനെ നമ്മളതേ മാറി മേടിച്ചതാണ് ഈ പാൻറ്റും ഈ ഉടുപ്പും. നമ്മൾ കാവ്യയിലാണ് പോയത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാവരും കാണണം. ബൈ ബൈ.